ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലിയായിരുന്നു പരീക്ഷയുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായി എഴുതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതായത് 6 പ്രവർത്തനങ്ങളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ബാക്കി 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും നന്നായി അറിയാവുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം, ഓരോ പ്രവർത്തനങ്ങളായി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. സ്കൂളിലെ വീട്. ഞങ്ങളുടെ സ്കൂളിൽ ഉയർന്ന ഒരു കളിസ്ഥലമുണ്ട്. എൻ്റെ കൂട്ടുകാരികളുടെ പേരാണ് ഷിജ, സിന്ധു. എന്നും ഞങ്ങൾ കളിസ്ഥലത്തെത്തും, കളിക്കും. സിന്ധുവിന് ഒരാഗ്രഹമുണ്ട്. അവൾ പറയും, എൻ്റെ വീട് ചെറുതാണ്, അതുകൊണ്ട് ഈ സ്കൂളാണെങ്കിൽ എൻ്റെ വീട്. അത് പറഞ്ഞിട്ട് അവൾ ചിരിക്കും. എന്നും അവൾ ഇങ്ങനെ പറയും. ഇതൊരു ശീലമായി മാറി. ഒരു ദിവസം കഷ്ടകാലം തന്നെ. സിന്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സിന്ധു നാണിച്ചു ഒറ്റയോട്ടം. ഞങ്ങളും പുറകെയോടി. പിന്നെ ഒരിക്കലും അവൾ ആ ആഗ്രഹം പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരാളുടെ അനുഭവക്കുറിപ്പ്, ഒരു അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ചെറിയ അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം എ, കൂട്ടുകാർ എന്നും ഒത്തുകൂടുന്നത് എവിടെയാണ്? പാടത്ത്, കളിസ്ഥലത്ത്, തെരുവിൽ. ഉത്തരം കളിസ്ഥലത്ത്. ബി, താഴെ പറഞ്ഞവയിൽ സിന്ധുവിൻ്റെ സ്വഭാവവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? സിന്ധുവിൻ്റെ സ്വഭാവവുമായി യോജിക്കാത്തതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സ്കൂളിനൊപ്പം വലിപ്പമുള്ള വീട് വേണം, കൂട്ടുകാരികളുമായി ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കും, തൻ്റെ ചെറിയ വീടിനെ കുറിച്ച് അവൾ സംതൃപ്തമായിരുന്നു. അപ്പോൾ ഏതാണ് ഇതിൽ പ്രസ്താവനയുമായിട്ട് അതായത് സിന്ധുവിൻ്റെ സ്വഭാവമായി യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് തൻ്റെ ചെറിയ വീടിനെ കുറിച്ച് അവൾ സംതൃപ്തനായിരുന്നു എന്നതാണ്. ഉത്തരം സി. അടുത്തത്, നീ വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞതാര്? ഷീജ, സിന്ധു, ഹെഡ് മാസ്റ്റർ. ആരാണ് പറഞ്ഞത്? ഹെഡ് മാസ്റ്റർ ആണ്. ഡി ക്വസ്റ്റ്യൻ ആണ്. തൻ്റെ വീട് സ്കൂൾ ആയിരുന്നുവെങ്കിൽ എന്ന് സിന്ധു ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണ്? അവളുടെ വീട് ചെറുതാണ്, അവളുടെ വീട് അകലെയാണ്, വീട്ടിൽ കളിസ്ഥലമില്ലാത്ത. ഏതാണ് ഉത്തരം? അവളുടെ വീട് ചെറുതാണ്. അടുത്തത് ഇ ആണ്. കേട്ട പാതി കേൾക്കാത്ത പാതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? ഒന്നും കേൾക്കാതെ, മുഴുവൻ കേൾക്കാതെ, എല്ലാം കേട്ടുകഴിഞ്ഞ്. ഏതാണ് അതിൽ ഉത്തരം? മുഴുവൻ കേൾക്കാതെ എന്നതാണ് അതിൻ്റെ ഉത്തരം. പ്രവർത്തനം 2, വിവരണം തയ്യാറാക്കുക എന്നതായിരുന്നു. അയാൾ നടക്കുകയാണ്. മല കയറി, കാട് കടന്ന്, കുന്നിറങ്ങി, വയൽ മുറിച്ച്. മല, കാട്, കുന്ന്, വയൽ എന്നിവിടങ്ങളിലൂടെ നടന്നപ്പോൾ ഉപ്പുവറ്റൻ പലവിധ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ നടത്തിയ യാത്രകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചകളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പം നിങ്ങൾ പോയതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള യാത്രയെ കുറിച്ചിട്ട് ആ യാത്രയിൽ കണ്ടിട്ടുള്ള കാഴ്ചകളെ വിവരണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതിയെന്ന് വിചാരിക്കുന്നു. അതിൽ ബി ആണ്. മലയുജ സുരഭില മാരുതനേക്കും മലയം ഹാ മാമക രാജ്യം. ഈ വരികൾ എഴുതിയതാര്? വള്ളത്തോൾ ബോധേശ്വരൻ കടമ്പനിട്ട. ആരാണ് എഴുതിയിട്ടുള്ളത്? ബോധേശ്വരാണ് ഉത്തരം. പ്രവർത്തനം 3, വിശകലന കുറിപ്പാണ്. വയലോപ്പള്ളി എഴുതിയിട്ടുള്ള ഓണപ്പാട്ടുകാർ എന്നതിലെ ഒരു 4 വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അരിമണിയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവൾ താണ്ടി കേവലൻ ഞെരുപ്പോഴും മരവയർ പട്ടിണി പെട്ടവർ കീറിപ്പഴകിയ പുതച്ചവർ ഞങ്ങൾ. കവിത വായിച്ചല്ലോ. ഓണം ഓരോ കാലത്തും ഓരോ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തിലെ ആശയവും നിങ്ങളുടെ ഓണാനുഭവങ്ങളും വിശകലനം ചെയ്യുക. അപ്പം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഓണാനുഭവവും അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗമായിട്ടുള്ള ഓണം അന്നും ഇന്നും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആശയവും കൂട്ടിച്ചേർത്ത് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. അതിലെ ബി ക്വസ്റ്റ്യൻ, കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് എന്ത്? എന്താണ് പേര്? തിരുവോണം, പിള്ളേരോണം, കർക്കിടക ഓണം. ഏതാണ് ഉത്തരം? പിള്ളേരോണം എന്നതാണ്. പ്രവർത്തനം 4, പ്രതികരണ കുറിപ്പാണ്. പുഞ്ചകൊയ്തെ കളം നിറഞ്ഞ എന്ന പാഠത്തിൽ കൃഷിയുടെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. തെങ്ങേൽപ്പാടം എന്ന കവിത
മോഹനകൃഷ്ണൻ കാലടി എഴുതിയിട്ടുള്ള തെങ്ങൽപ്പാടം എന്നതിലെ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെ 4 വരികളാണ്. പാടത്ത് മൂവന്തി വന്നു നിന്നു, മേയുന്നു പൈക്കൾ മടക്കമായി, മാളിക കയറ്റുവാൻ സമ്മതിച്ച്, മണ്ണിട്ടു തൂർക്കുവാൻ ഒപ്പുവെച്ച്, തൻ്റെ ജന്മത്തിലൊടുവിലത്തെ കൊയ്ത്തും മെതിയും കഴിഞ്ഞ പാടം. അതിൽ മൂവന്തി എന്ന് പറയുന്നത് സന്ധ്യയാണ്, തൂർക്കുക എന്ന് പറയുന്നത് നികത്തുകയാണ്. അപ്പം ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ പ്രശ്നം തിരിച്ചറിഞ്ഞ് അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം തയ്യാറാക്കുക. അപ്പം ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്, അതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തനം 5 പ്രസംഗമാണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാം എന്നുപോലെ എന്നു പാടിയ കേരളീയരോടാണ് ഉപ്പുകൊച്ചന് എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ എന്ന് ചോദിക്കേണ്ടി വന്നത്. സമൂഹത്തിൽ ഇന്നും തുടരുന്ന ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ഒരു ലഘു പ്രസംഗം തയ്യാറാക്കുക. അപ്പം ഇപ്പോഴും ഒരുപാട് വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യത്തിൽ ഇന്നും തുടരുന്ന വിവേചനങ്ങൾക്കെതിരെ ഒരു ചെറിയ പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ എഴുതി എന്ന് വിചാരിക്കുന്നു. അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്, അങ്ങയുടെ ശബ്ദം നാറാണത്തിൻ്റേത് തന്നെ, മുഖച്ഛായ പാക്കനാരുടേതും. ആരുടെ വാക്കുകളാണിത്? അഗ്നിഹോത്രി, ഉപ്പുകൊച്ചൻ, കുട്ടികൾ. ആരുടെ വാക്കുകളാണിത്? ഉപ്പുകൊച്ചൻ്റെ വാക്കുകളാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത പ്രവർത്തനം 6 വർണ്ണനയാണ്. നിറനെന്മണിയാൽ സ്വർണ്ണപ്പാടം ഇളവയിലേറ്റു തിളങ്ങുന്നു, പല നിറമോലും കിളികൾ പാടും പാട്ടുകൾ നീളെ മുഴങ്ങുന്നു. വയൽ വർണ്ണയുടെ വരികൾ വായിച്ചല്ലോ. നിങ്ങൾ കണ്ടിട്ടുള്ള വയലിൻ്റെ മനോഹരിത ദൃശ്യം വർണ്ണിക്കുക. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വയലിൻ്റെ മനോഹര ദൃശ്യം അത് വർണ്ണന രൂപത്തിൽ അവതരിപ്പിക്കുക, എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന അടിസ്ഥാന പാഠാവലി പരീക്ഷ പേപ്പറിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.